ഡീമോണിറ്റൈസേഷനെ പറ്റി എന്തെങ്കിലും ലൈവ് ഓർ വീഡിയോ ചെയ്തിട്ടുണ്ടോ? നോക്കിയിട്ടൊന്നും കണ്ടില്ല. കീവേഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുമോ സെർച്ച് ചെയ്യാൻ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഡീമോണിറ്റൈസേഷൻ? സ്മോൾ ആക്കി പറയും. അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു സംഗതിയാണ്. ഡീമോണിറ്റൈസേഷനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് തൊട്ട് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഒന്നും ഞാൻ ഡിമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ് ചെയ്തിട്ടില്ല. പിന്നെ ഡിമോണിറ്റൈസേഷനെ കുറിച്ചുള്ള അഭിപ്രായം, ഡിമോണിറ്റൈസേഷൻ പലരും ചെയ്തിട്ടുണ്ട്. മൻമോഹൻ സിംഗ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറയുന്ന 2014 മോദി 2000 രൂപ നോട്ടുകൾ പിൻവലിച്ചതിനെ കുറിച്ചാണ്. അത് ഇന്ത്യക്ക് ഗുണകരമാണോ അല്ലേ എന്നുള്ളത്. അത് വന്നപ്പം അതിൻ്റെ ഏറ്റവും വലിയ കുറേ റോങ് ആയിട്ടുള്ള, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ യാതനാപൂർവമായിട്ടുള്ള വശങ്ങളാണ് കൂടുതൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഹൈലൈറ്റ് ചെയ്ത്. ലൈക്ക് ATM ക്യൂ നിന്ന ആൾ പിടഞ്ഞു മരിച്ചു. പിന്നെ ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് GDP-യിലൊക്കെ ഇടിവുണ്ട്. ഇങ്ങനെയൊക്കെ കുറേ സംഗതികൾ. അപ്പം പിന്നെ ഇപ്പോൾ അതെന്തോ ഒരു അബദ്ധത്തിൻ്റെ ഓരോ ആഘോഷം ഓരോ വർഷവും ഇങ്ങനെ ആഘോഷിക്കാറുണ്ട് എന്നാണ് തോന്നുന്നത്, ഡിമോണിറ്റൈസേഷൻ ദിനം. ഇപ്പം ഡിമോണിറ്റൈസേഷൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ജനാധിപത്യപരമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു പൈസ അല്ലാതായി മാറുന്നു. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി കാത്തു നിൽക്കുന്നു, നിങ്ങൾ അങ്ങനെ വരുന്നു, സംരംഭം എല്ലാം പ്രശ്നമാണ്. പക്ഷേ ഇതൊരു ചികിത്സയായിട്ടാണ് കൊണ്ടുവരുന്നത്. അത് മൻമോഹൻ സിംഗ് ആണെങ്കിലും മോദി ആയാലും ഏത് ഗവൺമെൻറ് കൊണ്ടുവന്നാലും ഒരു ചികിത്സയായിട്ടാണ് കൊണ്ടുവരുന്നത്. അത് മുൻകൂട്ടി പറഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കിട്ടില്ല, ഉറപ്പായിട്ടും എല്ലാവരും. പിന്നെ ഇത് കള്ളപ്പണം ക്ലീൻ ചെയ്യാനായിട്ട് ഇത് കൊണ്ടുവന്നു എന്നുള്ളതും, പക്ഷേ 99.7% ആണ് എൻ്റെ ഓർമ്മ ശരിയാണ്. നിങ്ങൾ ഇതുമായിട്ടും ഒരു ബന്ധമില്ലാത്തൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. 99.7% പണവും തിരിച്ചു വന്നു. അപ്പോൾ ഒരു വളരെ കുറച്ച് പൈസ മാത്രമേ തിരിച്ചു വരാറുള്ളൂ. പക്ഷെ അതിൽ കൂടുതൽ ഈ ബ്ലാക്ക് മണി ഇതിനകത്ത് നിന്ന് കളയാം എന്നായിരുന്നു കരുതിയത്. അത്രയും വന്നിട്ടില്ല. അപ്പോൾ അതിന് ഇതുണ്ട്, മാത്തമാറ്റിക്കലായിട്ട് 2 കാര്യങ്ങളുണ്ട്. അത് വിട്ടുകളാം. പിന്നീട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എന്നുള്ളൊരു നിരീക്ഷണം എനിക്കൊന്ന് ഈ BJP പോലും, അല്ലെങ്കിൽ അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു അന്ന് ധനകാര്യമന്ത്രി ആയിട്ടുള്ളത്, അവരും അങ്ങനെ സമ്മതിച്ചു. കള്ളപ്പണം ഇല്ലാതാക്കും എന്നുള്ള ആ ലക്ഷ്യം നിറവേറ്റിയില്ല എന്നുള്ള ഇതിലാണ് വന്നതെന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആ ഒരു വിഷയത്തിലേക്ക് ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ. പക്ഷെ ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ, ബേസിക്കലി പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നിലവിൽ ഒരു 10 വർഷം കഴിയുന്നു. ഡിമോണിറ്റൈസേഷൻ്റെ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവകാശപ്പെടുന്നത് ആദ്യത്തെ തുടക്കത്തിലുള്ള കാര്യങ്ങളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊന്നായിട്ട് പറയുന്നത് ഈ ഡിജിറ്റൽ എക്കോണമിയിലേക്ക് മാറി, ബാങ്കിങ് ഹാബിറ്റ് വർദ്ധിച്ചു. 3, ടാക്സ് നെറ്റ് വിപുലപ്പെട്ടു. അതായത് കൂടുതൽ ആളുകൾ ടാക്സ് കൊടുക്കുന്നു, ടാക്സിൻ്റെ വരുമാനത്തിൽ വർധനവുണ്ടായി, സഡൻ ഇൻക്രീസ് ഉണ്ടായി. പിന്നെ നമ്മൾ പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാവുന്ന കുറേ കാര്യങ്ങൾ, ഈ ഭൂമി വില കുറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ്. അതാണ് നമ്മൾ ഭൂമി വില 2016 കുതിച്ചു കയറിക്കൊണ്ടിരുന്ന ഭൂമി വില ഓൾ ഓൺ എ സഡൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റ് യഥാർത്ഥത്തിൽ ഡള്ളാണ്. ആ രീതിയിലുള്ള ഒരു പോക്ക് പിന്നെ പോയില്ല. അത് നമ്മൾ പിന്നെ ഈ പാകിസ്ഥാനിൽ നിന്ന് കണ്ടെയ്നർ ലോറികൾ, പാകിസ്ഥാൻ അതേപോലെ തന്നെ ഈവൻ ഡിമോണിറ്റൈസേഷന് ശേഷം നേരിട്ട് അഫക്റ്റ് ചെയ്ത പൊളിറ്റിക്കൽ ഇവൻ്റായിട്ട് ഈ കാശ്മീരിലെ കല്ലെറിയൽ, പോലീസിനെ കല്ലെറിയൽ, ഇതൊക്കെ പെട്ടെന്ന് നിലച്ചു എന്നുള്ളത് അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ഇന്ത്യൻ കറൻസിയേക്കാൾ കൂടുതൽ ഇന്ത്യൻ എന്ന് തോന്നുന്ന പാകിസ്ഥാൻ കറൻസി പാകിസ്ഥാനാണ് അടിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. ബട്ട് സ്റ്റിൽ ദിസ് ഈസ് ദ പോയിന്റ്സ് നോർമലി സർക്കുലേറ്റഡ്. കള്ളപ്പണം പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ മാത്രമല്ല അതിനുശേഷം ഈ ടാക്സ് നെറ്റിൽ കൂടുതൽ ആളുകൾ വന്നു. പിന്നെ അതുപോലെ തന്നെ ആളുകളുടെ ബാങ്കിങ് ഹാബിറ്റ് വർദ്ധിച്ചു. ഡിജിറ്റലൈസ്ഡ് എക്കോണമി എന്ന് പറയുന്നത് ഒരു പ്ലസ് ആണ്. ഈ ഡിജിറ്റലൈസ്ഡ് എക്കോണമി ആയിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നുള്ളത് ഐ ഡോണ്ട് നോ വെദർ ദേ ഹാവ് ഫിക്സ്ഡ് ഡിജിറ്റലൈസേഷൻ ഓഫ് എക്കോണമി ആസ് എൻ ഒബ്ജക്റ്റീവ്, ബട്ട് ദേ ക്ലെയിം സോ. അതാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പം ഞാൻ ഒരിക്കലും ഈ ഡിമോണിറ്റൈസേഷൻ അതൊരു വലിയ
വിഡിത്തമായിരുന്നു എന്നുള്ള രീതിയിൽ ഞാൻ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ കരുതുന്നുമില്ല. അതിൻ്റേതായിട്ടുള്ള യാതനകളുടെ ഒരു വശമുണ്ട്. അതോടൊപ്പം തന്നെ അതൊരു കറക്ഷൻ പ്രോസസ്സാണ്. അതൊരു എന്താ പറയുക, അതൊരു രോഗത്തിൻ്റെ ചികിത്സയാണ്. അപ്പോൾ രോഗം തന്നെ മോശമാണ്, അതിൻ്റെ ചികിത്സയും പലപ്പോഴും വളരെ മോശമാകാൻ സാധ്യതയുണ്ട്. ബട്ട് സ്റ്റിൽ എക്കോണമി എന്തുകൊണ്ടാണ് ഒരാൾ വെറുതെ എന്നാൽ ഇനി നോട്ടുകളെല്ലാം നിരോധിച്ച് കളയാം എന്ന് പറഞ്ഞാണോ? അത് മൻമോഹൻ സിംഗ് ആണെങ്കിലും കൊള്ളാം, മോദി ആയാലും കൊള്ളാം, അല്ലെങ്കിൽ നാളെ വരാൻ പോകുന്ന ഏതെങ്കിലും ആളായാലും കൊള്ളാം, അവർ ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങളെ വെച്ചായിരിക്കും. അത് എത്രമാത്രം വിജയിക്കുന്നു എന്നുള്ളത് എന്തായാലും പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. എന്തായാലും അങ്ങനെ ഒരു കറക്ഷൻ നടത്തിയത് നന്നായി എന്നാണ് ഞാൻ കരുതുന്നത്. അത് പല കാര്യത്തിലും അന്നേരം ശരിക്കും ഒരു പുൾ ബാക്ക് ഉണ്ടായെങ്കിലും ഇൻ ദ ലോങ് റൺ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ്. അന്ന് ഒരു ക്ലീൻ എല്ലാം ആയോ എന്ന് ചോദിച്ചാൽ ആയെന്ന് ഞാനും കരുതുന്നില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ്. അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എക്കോണമി, ഇപ്പോൾ ഞാൻ ഈ അമേരിക്കൻ ബേസുകളെ കുറിച്ച് പറയാറുണ്ട്. അമേരിക്കയ്ക്ക് 800+ ബേസുകൾ ലോകത്തെമ്പാടും ഉണ്ടെന്ന് പറയും. പക്ഷേ അടുത്തിടെ ഇത് സംബന്ധിച്ചുള്ള ഒരു കണക്കിൽ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചത്, അമേരിക്കയുടെ ബേസുകളിൽ എവിടെയൊക്കെ എത്ര ഉണ്ടെന്ന് അവിടുത്തെ ഈ ഫെഡറൽ ഇതിൻ്റെ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ് പോലും വ്യക്തതയില്ല. അവർ പലപ്പോഴും പല കണക്കുകളാണ് പറയുന്നതെന്നാണ്. അപ്പോൾ ആ രീതിയിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ടു ബിഗ് എ കൺട്രി. അപ്പോൾ അങ്ങനെയുള്ള ഇടത്ത് അവിടുത്തെ ഒരു മൊത്തത്തിലുള്ളൊരു എക്കോണമി ഒന്ന് എന്താണ് ഒരു കൈപ്പിടിയിൽ കൊണ്ടുവന്നൊരു പരിശോധന നടത്തി ഒന്ന് ക്ലീൻ ചെയ്ത് വലിയ വീടുകൾ തൂക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എത്രമാത്രം വിജയം അല്ല നോക്കുന്നത്, ദാറ്റ്സ് എ കറക്ഷൻ പ്രോസസ്. അത് ഐ തിങ്ക് അതിന് അതിൻ്റെതായിട്ടുള്ള എഫക്റ്റീവ്നെസ്